ഇപ്പോൾ ആന്റോ ആന്റണിയുടെ പ്രതികരണം തേടി നമ്മുടെ റിപ്പോർട്ടർ ഷിനോജ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിരുന്നു. പക്ഷേ വീട്ടിൽ അകത്തുണ്ടായിരുന്നിട്ട് പോലും ആന്റോ ആന്റണി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇവിടെ ഇല്ല അദ്ദേഹം എന്നുള്ള മറുപടി അദ്ദേഹത്തിന്റെ PA നൽകുകയും ചെയ്തിരിക്കുന്നു. ഷിനോജ്, നമ്മൾ സണ്ണി ജോസഫിന്റെ പേര് കേട്ടിരുന്നു. അതിന് മുൻപേ കേട്ട പേരാണ് ആന്റോ ആന്റണിയുടെ പേര്. അതിനെതിരെ കണ്ടാൽ തിരിച്ചറിയാത്ത, ഫോട്ടോ കണ്ടാൽ പ്രവർത്തകർക്ക് പോലും തിരിച്ചറിയാത്ത ആളെ KPCC അധ്യക്ഷനാക്കരുതെന്ന് പറഞ്ഞ് ചിലയിടങ്ങളിൽ അദ്ദേഹത്തിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടു. മാത്രമല്ല, അദ്ദേഹം വരുന്നു എന്ന തലത്തിൽ പറഞ്ഞപ്പോൾ K സുധാകരൻ താൻ മാറില്ല, താൻ തന്നെ ആയിരിക്കും താൻ എന്നുള്ള തരത്തിൽ അദ്ദേഹം നിലപാട് സ്വീകരിച്ചതും കണ്ടു. ഒക്കെ ഒടുവിലാണ് ഇപ്പോൾ സണ്ണി ജോസഫ് എന്നുള്ള പ്രഖ്യാപനം AICCയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്താണ് ആന്റോ ആന്റണിയുടെ അവസ്ഥ? അക്ഷയ, KPCC അധ്യക്ഷൻ പുതുതായി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ചയിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിലൊന്ന് ആന്റോ ആന്റണി ആയിരുന്നു. ആന്റോ തന്നെയാകും സാധ്യതകൾ മുന്നിലുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് വന്നിരുന്നത്. ആന്റോ ക്യാമ്പും അത് തന്നെയാണ് നമ്മളൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞിരുന്നത്. ആന്റോ എന്ന തരത്തിൽ തന്നെയായിരുന്നു ആ പേരുകളൊക്കെ തന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴാണ് K സുധാകരൻ വലിയ രീതിയിലൊരു പ്രഖ്യാപനം നടത്തുന്നത്, പരസ്യമായി തന്നെ അതിന് എതിർപ്പുമായി എത്തുന്നത്. ഒപ്പം പഴയ പല KPCC പ്രസിഡന്റുമാർ K മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായ ഭാഷയിൽ ആന്റോയ്ക്കെതിരെ വരുന്നു. ആ രീതിയിൽ വന്ന സമയത്താണ് ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ടുകൊണ്ട് മറ്റൊരു പേരിലേക്ക്, സണ്ണി ജോസഫ് എന്ന പേരിലേക്ക് എത്തുന്നത്. എന്തായാലും പ്രതികരണം തേടി, സ്വാഭാവികമായും പ്രതികരണം തേടി ആന്റോയുടെ വീട്ടിലേക്ക് എത്തിയതാണ്. കോട്ടയം കുമാരനല്ലൂർ അദ്ദേഹത്തിന്റെ ബന്ധു വീട്ടിലാണ് നിലവിൽ ഇപ്പോൾ ആന്റോ ആന്റണി MP ഉള്ളത്. അദ്ദേഹത്തിന്റെ കാറാണ് ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത്. KL03 AH 7000 എന്ന ആന്റോ ആന്റണിയുടെ കാറാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഒരു 5 മിനിറ്റ് മുൻപാണ് ഈ കുമാരനല്ലൂരിലെ ഈ വീട്ടിലേക്ക് ഇവിടെ എത്തുന്നത്. എത്തിയ സമയത്ത് ആന്റോ ആന്റണി MP ഇതായി കാണുന്ന വാതിലിനുള്ളിലൂടെ നമ്മെ നോക്കിയതാണ്. അവിടെ നിന്ന് നോക്കി മാധ്യമപ്രവർത്തകരാണെന്ന് കണ്ട തിരിച്ചറിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം കർട്ടൻ മാറ്റി. മാത്രമല്ല, ഒപ്പമുണ്ടായിരുന്ന, കൂടെ ഉണ്ടായിരുന്ന PAയോട് പറഞ്ഞു താനിവിടെ ഇല്ല എന്ന് പറയണം എന്നൊരു പ്രതികരണമാണ് നിലവിൽ ആന്റോ ആന്റണി MP നടത്തിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാണ്. എന്തായാലും ദീപിക, കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക തന്നെ ആന്റോ ആന്റണി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിനെതിരെ മുഖപ്രസംഗം എഴുതിയിരുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ആന്റോ ആന്റണിക്കെതിരെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സണ്ണി ജോസഫ് എന്ന മറ്റൊരു പേരിലേക്ക് സ്വാഭാവികമായും KPCC അതുപോലെ AICC ഒക്കെ തന്നെ നീങ്ങിയത്. എന്തായാലും ഈ വീട് നമുക്ക് കാണാം. ഈ വീട്ടിനുള്ളിൽ ഇപ്പോഴും ആന്റോ ആന്റണി MP ഉണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായി ആന്റോ ആന്റണി MP ഈ കോട്ടയം കുമാരനിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധു വീട്ടിൽ, സഹോദരിയുടെ വീടാണ്, ഈ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ പ്രഖ്യാപനം വരും, തേങ്ങ ഇപ്പോൾ ഉടയ്ക്കുമെന്ന തരത്തിലൊക്കെ വലിയ രീതിയിൽ ചർച്ചകളൊക്കെ നടന്ന സമയത്തൊക്കെ തന്നെ സ്ഥാനത്തേക്ക് ആന്റോ ആന്റണിയുടെ പേര് ഉയർന്നു വന്നപ്പോൾ തനിക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല എന്നുള്ളതായിരുന്നു ആന്റോ ആന്റണി നടത്തിയ പ്രതികരണമെങ്കിൽ, ഇന്നിപ്പോൾ ഈ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള AICCയുടെ റിലീസ് വന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുമ്പോൾ വീട്ടിന്റെ ജനാലയുടെ സൈഡിലെ കേർട്ടൻ മടക്കി അത് വിരിച്ചിട്ട് താൻ ഇവിടെ ഇല്ല എന്ന് PAയോട് പറയൂ, മാധ്യമപ്രവർത്തകരോട് പറയൂ എന്ന് ഏൽപ്പിച്ച് അദ്ദേഹം അകത്തിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ഒരുപക്ഷെ ആ സ്ഥാനലബ്ധി അദ്ദേഹം പ്രതീക്ഷിച്ചു തന്നെ ഇരിക്കണം.